മെൻ്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു മെൻ്റൽ ഡിസോർഡർ വന്ന് ഒരു വ്യക്തിക്ക് ഒരു മെൻ്റൽ ഡിസോർഡർ ആവുന്നു എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മെൻ്റൽ ഡിസോർഡർ വരിക അല്ലെങ്കിൽ ഉണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാന്ന് വെച്ചാൽ മെൻ്റൽ ഡിസോർഡറിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പേഴ്സണിന് ഉള്ള ബിഹേവിയറോ തോട്ടോ എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും. അവർ ബാക്കിയുള്ളവർ ചിന്തിക്കുന്ന രീതിയിലുള്ള ചിന്ത അല്ലെങ്കിൽ അങ്ങനെ പീപ്പിൾസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സോഷ്യലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലാതെ യുണീക്കായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യലി അക്സെപ്റ്റിംഗ് ചിന്തകളല്ല, അല്ലാതെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ചിന്തകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ അതൊരു മെൻ്റൽ ഡിസോർഡറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സാണ്. അതുപോലെ ബിഹേവ് ചെയ്യാനോ തോട്ടൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തോട്ട്സോ ബിഹേവിയറോ ഒക്കെ വരാം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പേഴ്സൺ എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര അവർക്ക് തന്നെ ഒരു ഡിസ്ട്രെസ് ഫീൽ ചെയ്യും. ഡിസ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഫീലിംഗ് ആയാലും നമ്മളെ റിയാക്ഷനൊക്കെ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് നമുക്ക് തന്നെ തോന്നും. നമ്മൾ ചെയ്യുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് വരിക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഒക്കെ ഭയങ്കര നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മളെ ഈ ബിഹേവിയറോ അല്ലെങ്കിൽ തിങ്കിങ് പാറ്റേണോ തോന്നും.